അവതാരിക, യൂട്യൂബർ എന്നീ നിലകളിലെല്ലാം പ്രശസ്തയായ താരമാണ് പേളി മാണി. വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ വലിയൊരു ആരാധക നിരയെ തന്നെ താരം സ്വന്തമാക്കിയത്. അടുത്ത സമയത്ത് താരത്തോട് ചോദിച്ച ഒരു ചോദ്യത്തിന് ഒരു വലിയ വേദിയിൽ വെച്ച് മറുപടിയാണ് ശ്രദ്ധ നേടിയിരിക്കുന്നത്. പേളിമാണി ഒരു ബ്രാൻഡായി മാറിയത് എങ്ങനെയാണ് എന്നായിരുന്നു ചോദ്യം. ഇതിനെയാണ് താരം മറുപടി നൽകിയത്. ഏതൊരു വ്യക്തിയും വിജയിക്കണമെങ്കിൽ അതിന് ഏറ്റവും അത്യാവശ്യമായി ഉള്ളത് സെൽഫ് മോട്ടിവേഷനാണ് എന്നാണ് ഇതിന് മറുപടിയായി പേളി പറഞ്ഞത്. ഞാൻ കുട്ടിക്കാലത്ത് സ്കൂളിൽ പോകുന്ന സമയത്ത് റോഡിൽ കൂടി ബൈക്ക് പോകുമ്പോൾ ഡാഡി എന്നോട് പറയുമായിരുന്നു ബൈക്ക് ആൺകുട്ടികളാണ് ഓടിക്കുന്നതെന്ന്. അന്ന് തന്നെ ഞാൻ തീരുമാനിച്ചതാണ് എനിക്ക് ബൈക്ക് ഓടിക്കണമെന്ന്. ഞാൻ ബൈക്ക് ഓടിച്ചു. അതിന് എനിക്ക് ആവശ്യമുള്ളത് 2 കൈയും കാലും ആയിരുന്നു. അതെനിക്ക് ഉണ്ടായിരുന്നു. പിന്നെ വേണ്ടത് ലൈസൻസ് ആയിരുന്നു. അത് ഞാൻ എടുത്തു. ഹാർഡ് വർക്കിങ്ങും ഡെഡിക്കേഷനും സെൽഫ് മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ വിജയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നാണ് പേളി മാണി പറഞ്ഞത്. പേളി മാണി ഒരു ബ്രാൻഡായി മാറിയതിന്റെ പിന്നിൽ രഹസ്യം ഇതാണെന്നും താരം വ്യക്തമാക്കുന്നു. യൂട്യൂബ് ചാനലിലൂടെ മാത്രം ലക്ഷങ്ങൾ വരുമാനമാണ് ഒരു മാസം താരം സമ്പാദിക്കുന്നതെന്നും വളരെ പെട്ടെന്ന് തന്നെ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറാൻ പേളിക്ക് സാധിച്ചിട്ടുണ്ടെന്നും ഏഷ്യാനെറ്റ് ബിഗ് ബോസ് റിയാലിറ്റി ഷോയിൽ എത്തുമ്പോഴായിരുന്നു താരത്തിൻ്റെ കൂടുതൽ ആരാധകർ ഉണ്ടായതെന്നും ബിഗ് ബോസിൽ നിന്നും പുറത്താക്കിയപ്പോൾ പേളിയുടെ ഓരോ വിശേഷങ്ങൾ കേൾക്കാൻ ആരാധകർ വർദ്ധിക്കുകയും ചെയ്തു. അതാണ് യൂട്യൂബ് ചാനലിൻ്റെ വിജയത്തിലേക്ക് നയിച്ചത്. ഭർത്താവ് ശ്രീനിഷും 2 പെൺമക്കൾക്കൊപ്പം വളരെ സന്തോഷകരമായ ജീവിതം തന്നെയാണ് പേളി ഇന്ന് നയിക്കുന്നത്. മകളായി മാത്രമല്ല താനൊരു നല്ല അമ്മയും ഭാര്യയുമാണെന്ന് ചുരുങ്ങിയ കാലയളവിൽ പേളി തെളിയിച്ചു കഴിഞ്ഞു. ആലുവ സ്വദേശിനിയായ പേളി ലൈംലൈറ്റിലേക്ക് എത്തിയ ശേഷം തൻ്റെ ഓരോ സ്വപ്നങ്ങൾ ഒന്നൊന്നായി നേടിയിരിക്കുകയാണ്. യൂട്യൂബ് ചാനലിലാണ് പേളി കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. താരങ്ങളുടെ അഭിമുഖങ്ങൾ മാത്രമല്ല തൻ്റെയും കുടുംബത്തിൻ്റെയും യാത്ര, പാചകം, പുതിയ സന്തോഷങ്ങൾ എന്നിവയെല്ലാം പേളി യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. അതിനാൽ തന്നെ പേളിയെപ്പോലെ തന്നെ നീലയും നിഠാരയും ശ്രീനേഷ് അരവിന്ദുമെല്ലാം പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവരാണ്. അടുത്തിടെ പേളിയും ശ്രീനീഷും കൊച്ചിയിൽ ഒരു ദ്വീപിനോട് ചേർന്നൊരു ഫ്ലാറ്റ് കൂടി സ്വന്തമാക്കിയിരിക്കുന്നു. വീടിൻ്റെ പ്രമാണം കൈമാറൽ ചടങ്ങിൽ നിന്നുള്ള ദൃശ്യങ്ങൾ, വിശേഷങ്ങൾ പേളി പോസ്റ്റ് ചെയ്തു. കൂടാതെ ഫ്ലാറ്റിൻ്റെ ഇൻറ്റീരിയർ വർക്ക് പുരോഗമിക്കുന്ന സമയത്ത് ഫ്ലാറ്റും പരിസരവും എല്ലാം വീഡിയോ ആയി പകർത്തി പങ്കുവയ്ക്കുകയും ചെയ്തു. ആശുപത്രി, മാൾ ഉൾപ്പെടെ എല്ലാം കയ്യെത്ത് ദൂരത്ത് തന്നെയുള്ള സ്ഥലത്ത് തന്നെയാണ് ഇരുവരും ഫ്ലാറ്റ് വാങ്ങിയിരിക്കുന്നത്. ഇപ്പോഴിതാ പണി പൂർത്തിയായ ഫ്ലാറ്റിൻ്റെ ഹോം ടൂർ വീഡിയോയുമായി എത്തിയിരിക്കുകയാണ് പേളി. പക്ഷേ താരത്തിൻ്റെ പ്രേക്ഷകർക്ക് ഫ്ലാറ്റ് അത്ര ബോധിച്ചിട്ടില്ലെന്ന് തന്നെ കമൻറ്റ് കാണാം. 840 സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള ഫ്ലാറ്റ് ചെറുതായി പോയെന്നും ഒട്ടും സ്പേസ് ഇല്ലാത്തതുപോലെ തോന്നുന്നുവെന്നുമെല്ലാമാണ് കമൻറ്റുകൾ. ഹാൾ, ഓപ്പൺ കിച്ചൺ, 2 ബാത്റൂം, 2 റൂം എന്നിവയാണ് പേളിയുടെ പുതിയ ഫ്ലാറ്റിലുള്ളത്. എന്നാൽ പുതിയ ഫ്ലാറ്റിൻ്റെ ഹോം ടൂർ വീഡിയോ പുറത്തു വന്നപ്പോൾ ഫ്ലാറ്റ് ആരാധകരിൽ ഭൂരിഭാഗം പേർക്കും ഇഷ്ടപ്പെട്ടില്ലെന്ന് തന്നെ മനസ്സിലാക്കാൻ. ഫ്ലാറ്റിന് സ്പേസ് ഇല്ലാത്തതും വാതിൽ ജനലുകൾ പോലുള്ളവ അധികം ഇല്ലാത്തതുമാണ് കാരണം. കണ്ടിട്ട് ശ്വാസം മുട്ടുന്നുവെന്നാണ് പേളിയുടെ ആരാധകർ പറയുന്നത്. ചെറിയ കുട്ടികൾ കൂടി താമസിക്കേണ്ടതിനാൽ കുറച്ചുകൂടി സ്പേസ് കൂടിയ ഫ്ലാറ്റ് ചൂസ് ചെയ്യാമായിരുന്നുവെന്നും അഭിപ്രായപ്പെട്ടു. ചെറുതാണെങ്കിലും സൂപ്പറാണ്, ഒരു ക്യൂട്ട് ഫ്ലാറ്റ് എന്നും പല ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷേ പേളിക്ക് താമസിക്കാൻ നല്ലത് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫ്ലാറ്റ് തന്നെയാണെന്നും കമൻറ്റുകളുണ്ട്. ഫ്ലാറ്റിന് സ്പേസ് കുറവായത് ആരാധകരിൽ ചർച്ചയായെങ്കിലും പേളിക്ക് 840 സ്ക്വയർ ഫീറ്റ് ഒരുക്കിയ സ്വർഗം ഇഷ്ടപ്പെട്ടുവെന്നാണ് വാക്കുകളിൽ നിന്നും വ്യക്തമാണ്. പുതിയ ഫ്ലാറ്റിലെ കിച്ചണിൽ നിന്നും കുക്കിംഗ് വീഡിയോയും മറ്റും ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ പേളി തുടങ്ങിക്കഴിഞ്ഞു.